എന്താണ് 30-40 എംപിമാരെയാണ് വിദേശത്തേക്ക് ഇന്ത്യയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അയക്കുന്നത്. അതിലെല്ലാ പാർട്ടിയിലുമുള്ള എംപിമാരുണ്ട്. അതിൽ ആർക്കും വിവേചനം കൽപ്പിക്കാൻ കഴിയില്ല. പ്രതിപക്ഷത്തു നിന്ന് സ്വാധീനമുള്ള ദേശസ്നേഹ നിലപാടെടുക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് അവരെ കൂടി ഈ ക്യാമ്പയിന്റെ ഭാഗമാക്കുന്ന നിലപാടുമായി മോദി രംഗത്ത് വരുന്നത്. ശശി തരൂർ അവരിൽ പ്രധാനിയാണ്. അങ്ങനെയാണ് ശശി തരൂരിനെയും സൽമാൻ ഖുർഷിദിനെയും ഗുലാം നബി ആസാദിനെയും ഒക്കെ വിദേശ പ്രതിനിധി സംഘത്തിന്റെ തലൈവരായി നിയമിക്കാൻ തീരുമാനിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘം അമേരിക്കയിൽ പോയി കാര്യങ്ങൾ വിശദീകരിക്കുന്ന സംഘമാണ്. ആ സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. നമുക്കറിയാം, ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം വിശദീകരണം ആവശ്യമുള്ളത്, ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ പോയി വിശദീകരിക്കുന്ന സംഘത്തിന്റെ തലവൻ ശശി തരൂരാണ്. ഗുലാം നബി ആസാദും സൽമാൻ ഖുർഷിദും മുൻ കോൺഗ്രസ് സർക്കാരിലെ ഉന്നത മന്ത്രി പദവി വഹിച്ചവരാ, വിദേശകാര്യമടക്കമുള്ളവ. ഇവരൊക്കെ ഇത്തരം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോവുകയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക്. ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എംപിമാരുടെ ലിസ്റ്റ് പുറത്തു വന്നത് നോക്കുമ്പോൾ അവരൊക്കെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിനിധികളാണെങ്കിലും അവർക്കൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ നിലപാടും അഭിപ്രായവും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ജോൺ ബ്രിട്ടാസ്, കേരളത്തിൽ നിന്നുള്ള CPM-ന്റെ രാജ്യസഭാംഗമാണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് പരസ്യമായി നിലപാടെടുക്കുന്നത് മോദി സർക്കാരിനെതിരാണ്, മോദിസത്തിനെതിരാണ്, BJP-ക്കും സംഘപരിവാറിനെതിരാണ്. എന്നാൽ ബ്രിട്ടാസ് BJP-യുടെയും സംഘപരിവാറിന്റെയും ഒക്കെ ഇഷ്ട നേതാക്കളിൽ ഒരാളാണ്. CPM-മായി അവർ സംവദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ ആദ്യം പരിഗണിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയാണ്. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ജോൺ ബ്രിട്ടാസ് വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന കാര്യത്തിൽ മിടുക്കനാണ്. വലിയ സ്വാധീനമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ബ്രിട്ടാസ് അടക്കമുള്ളവരെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ എംപിമാരെയൊക്കെ തെരഞ്ഞെടുത്തത് പാർട്ടിയോട് ചോദിച്ചിട്ടല്ല. ഇതിനു മുമ്പുള്ള രീതികൾ ഒരു എണ്ണം തീരുമാനിക്കുന്നു, ഓരോ പാർട്ടിയിലും എത്ര പേർ വേണം തീരുമാനിക്കുന്നു, എന്നിട്ട് അതാത് പാർട്ടിയോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ വിട്ടുതരാം. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. മോദി എംപിമാരിൽ നിന്നും പിക്ക് ചെയ്യുകയാണ്. കഴിവും പ്രാഗൽഭ്യവും ഭാഷാജ്ഞാനവും ലോകപരിചയവും ദേശസ്നേഹവും ഒക്കെ നോക്കി പിക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണ് ജോൺ ബ്രിട്ടാസും ശശി തരൂരും ഒക്കെ ലിസ്റ്റിൽ പെട്ടത്. അറബ് രാജ്യങ്ങളിലേക്ക്, മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കണമെങ്കിൽ കൂടുതൽ ഉചിതം മുസ്ലിം എംപിമാരാണ്. സൽമാൻ ഖുർഷിദിനും ഗുലാം നബി ആസാദിനും മാത്രമല്ല, നമ്മുടെ ET മുഹമ്മദ് ബഷീറിന് പോലും നറുക്ക് വീണത് അതുകൊണ്ടാണ്. എന്തിനേറെ OYC-യെ പോലും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ആഗോള ബ്രാൻഡുകളിൽ ഒരാളാണ് OYC. മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഒരു ഡെലിഗേറ്റിനെ അയക്കാൻ ഏറ്റവും ഉചിതം മുസ്ലിം എംപിമാരാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി. ഇത് വളരെ ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും വാസ്തവത്തിൽ മോദിയുടെ വെടിയേറ്റ് വീണിരിക്കുകയാണ്. കാരണം അവർക്ക് തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. എന്തൊരവസ്ഥയാണ്. മോദിക്കെതിരെ നിലപാടെടുക്കുന്നു, കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേന്ദ്ര സർക്കാരിന്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ചോദ്യങ്ങളും പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഒക്കെ സൃഷ്ടിക്കുന്നതിനിടയിൽ മോദി ഈ പ്രതിപക്ഷ നേതാക്കളിലെ ടഫുള്ളവരെ, കാലിബറുള്ളവരെ പിക്ക് ചെയ്യുമ്പോൾ ഇവരെ തള്ളിയാൽ അത് രാജ്യസ്നേഹത്തിനെതിരാവും. ആ ഒരു ടാക്ടിക്കൽ തന്ത്രം, അതാണ് മോദിയുടെ അസാധാരണമായ രാഷ്ട്രീയം എന്ന് പറയുന്നത്.